നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിനകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പല ആളുകളും സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഒന്നുകിൽ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ച് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എന്നുള്ളത് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കും. ചില ആളുകൾ നമ്മുടെ ഈ പവർ ബട്ടണും മൊബൈൽ ഫോണിൻ്റെ പവർ ബട്ടൺ, അതായത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബട്ടണും ലോങ് പ്രസ് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കും. ചില ആളുകൾ നമ്മുടെ സ്ക്രീനകത്ത് ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കും. ചില ആളുകൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ 3 വിരൽ കൊണ്ട് താഴോട്ട് വലിച്ച് സ്ക്രീൻഷോട്ട് എടുക്കും. അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. എന്നാൽ പല സെറ്റിങ്സുകളും നമ്മുടെ സ്ക്രീൻഷോട്ടിനകത്തുണ്ട്. വളരെ ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനും സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സ്ക്രീൻഷോട്ടിനകത്തുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ക്രീൻഷോട്ടിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകളാണ് പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും സ്ക്രീൻഷോട്ട് എന്നുള്ളത്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്താണ് ഇത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീൻഷോട്ട് ഓപ്പൺ ആയിട്ട് വരും. സ്ക്രീൻഷോട്ട് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. പ്രധാനമായിട്ട് നമ്മുടെ ഫോണിനകത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുക 3 വിരൽ ഉപയോഗിച്ചിട്ട് മുകളിൽ വീഡിയോ കാണാൻ സാധിക്കും. 3 വിരൽ ഉപയോഗിച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ അത്തരത്തിലൊരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ 3 വിരൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സെറ്റിങ്സ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഭാഗത്തൊന്നല്ല ഇവിടെ വന്ന് നോക്കുക. 3 ഫിംഗർ സ്വൈപ്പ് ഡൗൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഓണാണ് നോക്കുക. ചില ഫോണകത്ത് ഇത് ഓഫായിരിക്കും നിങ്ങളുടെ ഫോണിനകത്ത്. അതുകൊണ്ടാണ് വിരൽ ഉപയോഗിച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് നോക്കുക. 3 ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ്. ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ 3 വിരൽ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്ത് ഇത് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സ്ക്രീനകത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിരൽ ഒന്ന് ലോങ് പ്രസ് പിടിച്ചപ്പോൾ ഇതുപോലെ വന്നു. അപ്പോൾ ആവശ്യമുള്ള ഭാഗം മാത്രം ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഈ ബോക്സ് വലിച്ചു കൊടുക്കുക. എത്രയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ വലിച്ചു കൊടുത്ത് മുകൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ക്രീൻഷോട്ടായിട്ട് മാറും. അതായത് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ 3 ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ്. നമ്മൾ 3 വിരൽ ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീനിൽ ടച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന് ഹോൾഡ് ചെയ്യുക. കുറച്ച് സമയം ഒന്ന് പിടിക്കുക. ഒരു 2 സെക്കൻഡ് ഇങ്ങനെ പിടിച്ച് നിന്നാൽ മതി. അപ്പോൾ അത് സ്ക്രീൻ ആവും. അപ്പോൾ അത് ആ ഒരു സൗകര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ ഓപ്ഷൻ പവർ പ്ലസ് വോളിയം ഡൗൺ ബട്ടൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പവർ ബട്ടണും അതുപോലെ തന്നെ നമ്മുടെ വോളിയം ഡൗൺ ബട്ടൺ, വോളിയം കുറക്കുന്ന ബട്ടണും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്താൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളതാണ്. ഇത് അധികം ഫോണിനകത്തോ ഇമ്പിൾഡ് ആയിട്ട് തന്നെ ഓൺ ആയിരിക്കും. ഇനി നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കുക. സ്ക്രീൻഷോട്ട് സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ചില ആളുകളുടെ ഫോണിനകത്ത് ഇത് ഓൺ ആയിരിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം നമ്മൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നത് പോലുള്ള ഒരു സൗണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സൗണ്ട് അതുകൊണ്ടാണ്. ഇത് പലപ്പോഴും നമുക്ക് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളൊരു പബ്ലിക് നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം കൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വന്നാൽ അതൊരു വലിയ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സൗണ്ട് ഓഫ് ചെയ്യുന്നത് വലിയ ഉപകാരമാണ്. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കുക. സ്ക്രീൻഷോട്ട് നോട്ടിഫിക്കേഷൻ. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് എന്ന് അറിയാനുള്ള സൗകര്യമാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കാണാൻ സാധിക്കും ഫോണിൻ്റെ സ്ക്രീനിലേക്ക് വന്നു. അതായത് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കുക. സ്ക്രീൻഷോട്ട് പ്രിവ്യൂ ഫ്ലോട്ടിംഗ് വിൻഡോ എന്നാണ്. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു ചിഹ്നം കാണിക്കണം. ആ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഭാഗം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ഭാഗത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇടത് ഭാഗത്താണോ വേണ്ടത് വലതു ഭാഗത്താണോ വേണ്ടതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കാണാൻ സാധിക്കും ഇടത് ഭാഗത്തേക്കാണ് നമ്മുടെ ഈ സ്ക്രീൻഷോട്ട് പോയത്. ഇവിടെയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇടത് ഭാഗത്ത് നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇത് ലെഫ്റ്റ് എന്നാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത് ഇടത് ഭാഗത്തേക്കാണ് നമുക്കത് സ്ക്രീനിൽ കാണാൻ സാധിക്കുക. ഇനി റൈറ്റ് ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നോക്കുക. ഇപ്പോൾ നമ്മുടെ വലത് ഭാഗത്തേക്കാണ് സ്ക്രീൻഷോട്ട് പോയത്. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ വന്ന് കാണുന്നത് നമുക്ക് സ്ക്രീൻഷോട്ട് റെഡി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. താഴെ ഭാഗത്തേക്ക് നോക്കുക. ഡിലീറ്റ് ഒറിജിനൽ ഇമേജ് ആഫ്റ്റർ എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് ഞാനത് ടച്ച് ചെയ്തപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴെ നമുക്കത് ക്രോപ്പ് ചെയ്യാൻ, അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ മോർ എഡിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനകത്ത് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ, ഫിൽട്ടർ ചെയ്യാൻ, ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അതിനകത്ത് ഇതുപോലുള്ള എഡിറ്റുകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം
നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ആയി പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അത് എഡിറ്റ് ചെയ്യുമ്പോൾ ആ എഡിറ്റ് ചെയ്തത് മാത്രം നമ്മുടെ ഫോണിനകത്ത് സേവ് ആയാൽ മതി. എഡിറ്റ് ചെയ്യാത്ത നമ്മൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്തത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് നല്ലൊരു ഫീച്ചറാണ്. കാരണം വെറുതെ സ്ക്രീൻഷോട്ട് എടുത്ത എല്ലാ ഫയലുകളും നമ്മുടെ ഫോണിനകത്ത് നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഓൺ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ കാണാം, ഡിലീറ്റ് സ്ക്രീൻഷോട്ട് ആഫ്റ്റർ കണ്ടൻറ് എക്സ്ട്രാക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ആ സ്ക്രീൻഷോട്ടിലുള്ള ഒരു ടെക്സ്റ്റ്, അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിതിനകത്തുള്ള ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്പർ കോപ്പി ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്തു. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം താഴെ നമുക്ക് ഈ സ്ക്രീൻഷോട്ട് കാണും, അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും താഴെ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് എടുക്കുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ഏതെങ്കിലും ടെക്സ്റ്റ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടെക്സ്റ്റിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുകളിൽ ആ കോപ്പി എന്ന് കാണും. അപ്പോൾ നമ്മളിവിടെ കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് കോപ്പിയായി, പക്ഷേ ആ സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടനേകം ഫീച്ചറുകൾ നമ്മൾ സ്ക്രീൻഷോട്ടിനകത്തുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഫീച്ചറുകൾ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇതിലധികം ഫീച്ചറുകൾ ഉണ്ടാവും. കാരണം നിങ്ങൾ ഓരോ ഫോണിനും വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറുകളാണ്. അപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. കൂടുതൽ ഫീച്ചറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാണ് ഫീച്ചറുകളെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.